അപ്പോൾ ഇന്നൊരു പാനിപൂരി ഉണ്ടാക്കിയാലോ? അപ്പം ഞാൻ പൂരി ഉണ്ടാക്കിയതല്ല, വാങ്ങിയതാണ്. വാങ്ങിയിട്ട് അതിനെ നമ്മൾ 2-3 ബാച്ചായിട്ട് പൊരിച്ചെടുക്കുന്നതാണ്. അങ്ങനെ പൂരി റെഡിയായി. അടുത്ത പണി, ഒരു കുക്കർ എടുക്കുക, കുറച്ച് കടല, ഉരുളക്കിഴങ്ങ്, ഉപ്പ്, വെള്ളം എന്നിവ ചേർത്ത് വേവിക്കാൻ വേണ്ടി വയ്ക്കുക. വേവിക്കാൻ വെച്ചിട്ട് ഞാൻ അടുക്കളയിൽ നിന്ന് പോയപ്പോൾ പപ്പ ലൈറ്റ് ഓഫ് ചെയ്ത്. ഞാനൊരു 4-5 വിസിൽ കേൾപ്പിച്ച്. ചട്നിക്ക് വേണ്ടിയിട്ട് ഒരു ജാറെടുത്ത് കുതിർത്ത് വെച്ച ഈന്തപ്പഴം അതിനകത്തിട്ട് നന്നായിട്ട് അടിച്ച്, എന്നിട്ട് ഒരു പാൻ വെച്ച് അതിൽ ഈ അടിച്ച ഈന്തപ്പഴം എടുത്തൊഴിച്ച് കുറച്ച് പുളിയും പിഴിഞ്ഞൊഴിച്ച് കുറച്ച് ശർക്കര ഇട്ട് നന്നായിട്ട് ഇളക്കുക. അത് റെഡി ആവുന്ന ടൈം കൊണ്ട് കുക്കർ മൂടി തുറന്നു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഉരുളക്കിഴങ്ങിനെ എടുത്ത് തൊലി ഉരിച്ച് പിന്നെ അതിൻ്റെ കടലയും കൂടെ എടുത്ത് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കുക. അതായത് ഉടച്ചെടുക്കുക, നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇനി മസാലയുടെ ചടങ്ങ്. കുറച്ച് മല്ലിപ്പൊടി, ഓവറാവാൻ പാടില്ല. കുറച്ച് മല്ലിപ്പൊടിയും തിളച്ച് വരുമ്പോൾ കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ചാറ്റ് മസാല എന്നിവയിട്ട് നന്നായിട്ട് ഇളക്കി വറ്റിക്കണം. തിളച്ച് വറ്റി നന്നായിട്ട് കുറുകണം, എന്നാലേ ഈ ചട്നിക്ക് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഇത് മധുര ചട്നിയാണ്. മല്ലിയില ഇടാൻ മറക്കരുത്, അതാണ് ഇതിൻ്റെ രഹസ്യക്കൂട്ട്. സ്പൂൺ വെച്ച് വിചാരിച്ചതുപോലെ നടക്കാതെ ആയപ്പോഴത്തേക്കും നമ്മളെ സ്വന്തം കൈ കൊണ്ട് തന്നെ പണി തുടങ്ങി. ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് സ്ലാബ് തുടച്ചിട്ടത് കൊണ്ടാണ് കേട്ടാ ഈ സ്ലാബിൽ വീഴുന്ന സാധനം വീണ്ടും എടുത്ത് പാത്രത്തിൽ വെച്ചത്. ഈ ഫില്ലിങ്ങിലും ഇടണം മല്ലിയിലയും കുറച്ച് ചാറ്റ് മസാലയും കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടിയും.
പിന്നെ നന്നായിട്ട് കുഴച്ച് യോജിപ്പിക്കുന്നു. കടല വേവിച്ചിട്ട് മിച്ചം വന്ന വെള്ളം കളയണ്ട കേട്ടോ. അതിനെ നമുക്കെടുത്ത് എന്തെന്ന് ചെയ്യാം, ചട്നി വെള്ളം ഉണ്ടാക്കാം. അതിൽ കുറച്ച് നമ്മൾ പാകം ചെയ്ത് വെച്ചേക്കുന്ന ചട്നിയില്ലേ, അത് കുറച്ച് ഇതിനകത്തോട്ട് ഒഴിച്ച് നന്നായിട്ട് ലൂസാക്കി എടുക്കണം. അതിലും കുറച്ച് മല്ലിയില ഇടാൻ മറക്കല്ലേ. അങ്ങനെ ഫൈനലി നമുക്ക് കഴിക്കാനുള്ള സെറ്റപ്പിൽ എത്തിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉള്ളി, സവാളയാണ് ബെസ്റ്റ്. സവാള ചെറുതായിട്ട് കുനുകുന അരിഞ്ഞതും കൂടെ ഇതിനകത്തോട്ട് വയ്ക്കുക. ആദ്യം ഒരു പൂരി പൊട്ടിക്കുക, എണ്ണത്തോട്ട് ഫില്ല് ചെയ്യുക, പിന്നെ എന്ത് ചെയ്യുക, ചട്നി വയ്ക്കുക, കുറച്ച് സവാള വയ്ക്കുക, എന്നിട്ട് ആ വെള്ളത്തിൽ മുക്കി കഴിക്കുക. അത്രേ ഉള്ളൂ. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.